ഞാനൊരു സജഷൻ ഒന്ന് പറഞ്ഞത്, ഇവിടെ ഒരാളുടെ മാത്രം ഒരു നമ്പർ മാത്രമുണ്ട്. ആ പേരൊന്ന് ഇടാമെങ്കിലേ. ആരുടെയോ? ഒരു നമ്പർ മാത്രമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പില്. 4699887816. അപ്പം പേര് ആഡ് ചെയ്യാമെങ്കിൽ നല്ലതായിരുന്നു. എന്റെ ഒരു സജഷൻ മാത്രമേ കേട്ടോ. പ്രാർത്ഥിക്കുമ്പോ നമ്മളെ പേര് പറയാം. 469 ഡാളേഴ്സ് ആയിരിക്കുമല്ലോ. അത് ബേബി സിസ്റ്ററിൻ്റെ ഫോണിൽ ആ നമ്പർ ആഡ് ചെയ്താൽ മതി. അപ്പം കാണും. അതാരാ? പേരാരാ? സൂസമ്മ തോമസ് എന്ന് എഴുതിയാൽ മതി. സൂസമ്മ തോമസോ? ആ, ഓക്കെ. പേരെനിക്കറിയത്തില്ലായിരുന്നു, അതാ. ഓക്കെ. കുഞ്ഞമ്മയെ ഒന്ന് വേഷം ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ ഇനി ഡിസ്കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഇതായി പോവായിരിക്കും. ഡിസ്കണക്ട് ചെയ്യണ്ട. ഓക്കെ, ഞാൻ റിങ് ചെയ്തോളാം. ചിലപ്പോൾ പുള്ളിക്കാരി അങ്ങ് മറന്നു പോകുമേ. ഐ കൻ റിങ് ഹെർ. ഓക്കെ. അത് ഒരു പ്രാവശ്യം കൂടെ ദൈവം അനുഭവിച്ചാണ്ട് സ്തോത്രം ചെയ്യുന്നു. ഉള്ളവർക്ക് ഗുഡ് ഈവനിങ്ങും. ഇന്ത്യ നമുക്കൊന്ന് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അതിന് വളരെ നന്ദി. ദൈവം എല്ലാം നമ്മളെ കാത്ത് സംരക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഈ പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള 9 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ദൈവം ഈ ഭൂമിയുടെ ക്രോധകലശം 7 ക്രോധകലശം ഒഴിച്ച് ഈ ലോകത്തിന് ന്യായവിധി നടത്തുന്നതാണ്. ഈ 6000 കൊല്ലമായിട്ട് നമുക്കറിയാം, ഏദൻ തോട്ടം മുതല് ദൈവം മനുഷ്യനോട് ഇടപെടുകയും മനുഷ്യന് ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗങ്ങള് അന്ന് മുതൽ തന്നെ ദൈവം പല വിധത്തിൽ നൽകിക്കൊണ്ടിരുന്നു. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പ്രവാചകന്മാരെ ദൈവം അതത് സമയത്ത് ദൈവമക്കളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ മനുഷ്യരെപ്പോഴും തിന്മയെ എപ്പോഴും ആശ്ലേഷിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. നമ്മുടെ ആ സ്വഭാവങ്ങളെ എപ്പോഴും താഴ്ചയുള്ള സ്വഭാവമായതുകൊണ്ട്, എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തെ സൃഷ്ടിച്ച യേശുക്രിസ്തു വന്നിട്ട് യേശുക്രിസ്തുവിന്റെ ആൾക്ക് തന്നെ കുറിച്ചു. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം ഭൂമി നമ്മളോട് എല്ലാവരും ഇടപെട്ടു. എന്നാൽ ദൈവം നമുക്ക് ഒരു കാഴ്ച തന്ന് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട് നമ്മൾ ദൈവ മക്കളായി തീരുവാന് ഒരു അവകാശം തന്നു. എന്നാൽ ഈ അവകാശം ഇതില്ലാതെ ദൈവത്തെ ഇപ്പോഴും ത്യജിച്ച് ജീവിക്കുന്ന ഈ ഭൂമി ദൈവത്തിന് വർദ്ധിപ്പിച്ച് അന്യായം വർദ്ധിക്കുമ്പോൾ ദൈവം ഇടപെടുകയും ഈ ഭൂമിയെ ഈ നിലയിൽ നിന്ന് മാറ്റി വേറൊരു നിലയിൽ ആക്കുകയും ചെയ്യുമെന്നുള്ള ഒരു സംശയമാണ് ഒരുപാട് ദിവസത്തിൽ കാണുന്നത്. ഈ ലോകത്തിലെ ഈ അനാവശ്യങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഒഴിവെപ്പിനും എല്ലാം ഒരു അന്തം വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. വിശ്വാസികൾ എന്ന് പറയുന്നത് പോലും ഇന്ന് ആ വിശ്വാസങ്ങൾ ത്യജിച്ച് ലൗകികമായ ജീവിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു ദിശയില വീഴുവാൻ പോവുകയാണ്. അത് നമ്മൾ വായിച്ചത് അതാണ്. കഴിഞ്ഞ ആഴ്ച വായിച്ചത് 16-ാം അധ്യായം 1 മുതൽ 9 വരെ 4 കലശങ്ങളെ കുറിച്ച്. പിന്നെ ഇന്ന് 16-ന്റെ 10 മുതൽ 21 വരെ വായിക്കുക. പിന്നെ 1-2 സജഷൻ ഉള്ളത്, ചിലപ്പോൾ സമയം ഞാൻ വാക്യങ്ങൾ പറയുമ്പോൾ സമയം എടുക്കുന്നത് കൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടി ഇന്ന് കൂടുതൽ വായിച്ച് സഹായിക്കണം. യോബേൽ പ്രവചനം 2-ന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങള്. പിന്നെ മത്തായി 24-29 ഓരോ സൗരന്മാര് നേരത്തെ എടുത്ത് വെച്ചിരുന്നാല്. അതുപോലെ യെശയ്യാ പ്രവചനം 19-ന്റെ 16 മുതൽ 25 വരെ. അപ്പം പലരും വായിക്കുകയാണെങ്കിൽ ഇത് എടുത്ത് വെച്ചിരുന്നാല് അത് നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഈ 7 ക്രോധകലശത്തിൽ 4 നെല്ലെണ്ണം ഭൂമിയിലേക്ക് ഒഴിച്ചു. നമ്മൾ കണ്ടത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്നും പറഞ്ഞ് ആൾക്കാരെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഗ്ലോബൽ വാർമിംഗ് വരാൻ പോവുകയാണ്. അതിന്റെ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ സമയം ലാഭിക്കാനായിട്ട് ഇന്ന് വിശദീകരിക്കുന്നില്ല. ഇന്ന് 5-ാമത്തെ കലശത്തിന്റെ മുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ 16-ാം അധ്യായം 10 മുതൽ 10-ാം വാക്യം മുതൽ 21 വാക്യങ്ങൾ വായിക്കുക ആരെങ്കിലും. 5-ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും ഋണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. 6-ാമത്തവൻ തൻ്റെ കലശം യുഫ്രാത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു.
കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. 7-മത്തവൻ തൻ്റെ കലശം ആകാശത്തിലൊഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിൻ്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാണുവാനില്ലാതായി. താലന്തോളം ഘനമുള്ള കല്ലായി. വലിയ കന്മഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. സണ്ണി, ഞാൻ ഒരു സജഷൻ പറഞ്ഞോട്ടെ. ഇനി വായിക്കാനുള്ളത് അടുത്ത 2 എണ്ണം സണ്ണി ഇപ്പം പറയാമെങ്കിൽ 2 സഹോദരിമാർ അത് എടുത്തു വെക്കും. അങ്ങനെ ഈ 2 എണ്ണം, കാരണം പലത് ഒരുമിച്ച് ഒത്തിരി പറഞ്ഞാൽ എല്ലാവർക്കും എടുത്തു വെക്കാൻ പറ്റത്തില്ല. താങ്ക് യു വെരി മച്ച്. യോബേൽ 2 അടുത്ത പിന്നെ മത്തി 26-29. അതങ്ങനെ ആരെങ്കിലും 2 പേരെടുത്ത് വെച്ചാൽ പിന്നെ പറയുന്നതനുസരിച്ച് അത് അടുത്ത 2 പേര് അതെടുത്ത് വെക്കും. പിന്നീട് അത് കഴിയുമ്പോഴത്തേക്കും 2 എണ്ണം പറഞ്ഞാൽ അങ്ങനെ മുൻപോട്ട് പോകാമെങ്കിൽ സൗകര്യമായിരിക്കും. താങ്ക് യു. താങ്ക്സ് ഫോർ ദ സജഷൻ. ഇവിടെ 10-ാം വാക്യത്തിൽ കണ്ട് അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി എന്നാണ് കാണുന്നത്. ഇത് 5-ാമത്തെ കലശം ന്യായവിധിയാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ ശക്തനായിരുന്ന മൃഗം ഇപ്പോൾ ഫറവോനെ പോലെ അവന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടിയിരിക്കുകയാണ്. ഫറവോനും അങ്ങനെയാണല്ലോ. ഈ പ്ലേഗ് ബാധകൾ വന്നപ്പോൾ അവന്റെ ഹൃദയം ഭ്രമിച്ചു പോയി. അതുപോലെ തന്നെ അന്ത്യക്രിസ്തുവിന്റെ ഹൃദയം അവിടെ ഭ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അന്ധകാരം കൂടാരത്തിൽ കടന്ന് കയറി. യോവേൽ 2:1-2 വാക്യം വായിച്ചായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്റെ വിശുദ്ധ സ്ഥലത്തിൽ ഐക്യം വിളിക്കുകയും യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവുമുള്ളൊരു ദിവസം, മേഘവും കൂരിട്ടുമുള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവും ഉള്ള ഒരു ജാതി. അങ്ങനെയുള്ളത് അതെ, അവിടെ കൂരിട്ട് ഇപ്പൊ ഇവിടെ യോവേൽ പ്രവചനത്തിൽ ഈ കൂരിട്ടിനെ കുറിച്ച് നേരത്തെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഈ വെളിപാടത്തിന്റെ ഔട്ട്ലൈൻ കർത്താവ് യേശുക്രിസ്തു തന്നെ മത്തായി 24-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 24-29 അതൊന്ന് വായിച്ചാട്ടെ. 24-29 മത്തായി സുവിശേഷം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. താങ്ക് യു വെരി മച്ച്. ഇവിടെ എല്ലാം അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞ പോലെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടത് 16-12 മുതലുള്ള വാക്യങ്ങള് ഇവിടെ ഇത് കാണുന്നത് 6-7 പിന്നെ ഇത് കലശങ്ങൾ ബാധ വരുന്നത്
ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ച് അവിടെ ഈ വേദപുസ്തകത്തിൽ ഈ ഒറ്റ ഒരു ഭാഗത്ത് മാത്രമേ അർമഗദോൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അർമഗദോൻ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ ഭാഷകളിലും അതൊരു ദൈനംദിനമായിട്ട് പിന്നെ അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അർമഗദോൻ വലിയ തീ വരുമ്പോഴ്, പ്രളയം വരുമ്പോഴ്, മഹാമാരി വരുമ്പോൾ അർമഗദോൻ എന്നും പറഞ്ഞ് ആ വാക്കുകൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പല ഭാഗങ്ങളുണ്ട്. കർത്താവ് ഈ യുദ്ധങ്ങൾ തുടങ്ങിയിട്ട് തുടക്കം മുതൽ അവസാനം യേശുക്രിസ്തു വന്ന് രാജ്യം സ്ഥാപിക്കുന്നത് വരെ പല ഘട്ടങ്ങളുണ്ട് ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന്, ഇതിന്റെ അന്ത്യത്തിന്. എന്നാൽ അത് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസ്താവിച്ച പോലെ എഴുതിയിട്ടില്ല. എന്നാൽ ഈ പഠിതാക്കള് അവരുടെ ഈ ലോജിക്കൽ കൺക്ലൂഷൻസ്, അവരുടെ യുക്തി അനുസരിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഉപദേശമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ശടിക്കുകയോ വാദപ്രതിവാദം ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കഴിഞ്ഞ 40-50 കൊല്ലമായിട്ട് ഇത് പഠിപ്പിക്കുന്ന ആളുമാണ്. ഞാനും പല ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്തിട്ടുണ്ട്. അത് വലിയ തെറ്റുകളൊന്നും ഞാനത് വളരെ സൂക്ഷിച്ചാണ് പ്രവചനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോരുത്തർ വരുമ്പോൾ ഗാർബച്ചോവിന്റെ തലയിലെ പാട് കാണുമ്പോൾ അന്ത്യക്രിസ്തു മുദ്രയാണെന്നും പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. സദാം ഹുസൈൻ അന്ത്യക്രിസ്തുവാന്ന് പ്രസംഗിച്ചിട്ടില്ല. മൊഹ്സേദ് അന്ത്യക്രിസ്തുവാണ്. അങ്ങനെയൊക്കെ പ്രവചന പണ്ഡിതന്മാർ ഒത്തിരി പ്രസംഗിച്ച് ആൾക്കാരെ ഇളക്കി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മള് പിന്നെ ദൈവനാമത്തിന് തന്നെ ദോഷവും, അതുകൊണ്ട് വിട്ടും ഒത്തിരി പേര് പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മള് സെൻസേഷനലൈസ് ചെയ്യാതെ ഇത് പഠിക്കുവാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെയായാലും നമുക്ക് ഈ നമ്മൾ കണക്ട് ചെയ്യില്ല. യേശു തന്നെ അതാ നമുക്ക് ആണുള്ളത്. അതുകൊണ്ട് ഞാന് എന്റെ പഠിത്തമനുസരിച്ച് ഇതിന്റെ ആദ്യം മുതലുള്ള പല ഭാഗങ്ങളായിട്ട്, ഘട്ടങ്ങളായിട്ട്, സ്റ്റേജസ് ഓഫ് തേർഡ് വേൾഡ് വാറാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 16-ാം അധ്യായം ഈ ഒരാഴ്ചയോ 1-2 ആഴ്ച കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അത് ഇത് ബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഈ പ്രവചനത്തിലും മറ്റേ ഭാഗങ്ങളുള്ളത് കൊണ്ട് ഞാൻ അതിലെ ഘടിപ്പിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിന് വളരെ സ്ഥാനമുണ്ട്. വായിക്കുമ്പം അബ്ദുൽ ഗമാർ നാസർ ഞാനെപ്പോഴും നോക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു അവിടെ 1967 ഇസ്രായേൽ വരുവൻ നമുക്ക് ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് തീരാതിരിക്കാൻ ഈ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നും പറഞ്ഞ് അബ്ദുൽ ഗമാൽ നാസർ ഈജിപ്തിലെ ഭരണാധികാരി ഒരു പ്രസ്താവന ചെയ്തു. ഞാൻ അന്ന് മനോരമയിലും എല്ലാം വായിച്ചോർക്കുന്നുണ്ട്. ഞാൻ അന്ന് മർത്തമാക്കുളയിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ 5-8-9 രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എല്ലാവരും പട്ടാളത്തെ അയച്ച് അവിടെ ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് അവർ കൂടി. പക്ഷെങ്കിൽ ജൂൺ 6-ന് 1967 ഇസ്രായേൽ പ്രിയംറ്റീവ് വാർ നടത്തി അവരെ എല്ലാം ധൈര്യമായിട്ട് പരാജയപ്പെടുത്തി ഇസ്രായേല് ജെറുസലേം കൈവശപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം നാസർ രാജിവെച്ചു. അതിനുശേഷം അൻവർ സദാത്ത് പ്രസിഡന്റായി. അൻവർ സദാത്ത് പ്രസിഡന്റ് അദ്ദേഹം 73 ഒരു യുദ്ധം പോലെ ചെയ്തു. ആദ്യം കുറച്ചൊക്കെ വിജയിച്ചു എങ്കിലും 1-2 ദിവസം ജയിച്ചു എങ്കിലും ദയനീയമായിട്ട് അന്നേരവും പരാജയപ്പെട്ടു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അൻവർ സാദത്തിനൊരു മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം ജെറുസലേമിൽ ചെല്ലുകയും ഇസ്രായേലുമായിട്ടൊരു ഉടമ്പടി 79 ഒരു പീസ് എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇസ്രായേലിനോട് ശത്രുതയില്ലാത്ത ഒരു രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. എന്നാൽ 2011 ഇവരുടെ ഈ ബ്രദർഹുഡിന്റെ അല്ലെങ്കിൽ ഐസിസ് പോലുള്ള ഇതാണ് മുസ്ലിം തീവ്രവാദിയായ മോഴ്സി പ്രസിഡന്റ് ആയപ്പം ഞാനും എല്ലാം ഓർത്തുപോയി. ഇനി എന്തോ ആണ് ഇത് 83-ാം സംഘത്തിലെ യുദ്ധം നടക്കാൻ പോവുകയാണോ, ഇതിന്റെ അവസാനമാണെന്നോ ഇല്ലയോ എന്ന് ഞാനും എല്ലാം ഭയപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ജൂലൈ 3, 2013 അവിടുത്തെ ആർമി ചീഫ് ഗമാൽ അബ്ദുൽ ഫത്താഹ് എൽ സിസി, അന്നത്തെ അദ്ദേഹം സൈനിക കമാൻഡർ ആയിരുന്നു, പട്ടാള കമാൻഡർ ആയിരുന്നു. അപ്പൊ മുസ്ലിം ബ്രദർഹുഡിന്റെ ആ പ്രസിഡന്റായിരുന്ന വർഗീയവാദിയായിരുന്ന മുഹമ്മദ് മോഴ്സിയെ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹം ഒരു സെക്യുലർ രാജ്യം അവിടെ ഭരണം അവിടെ സ്ഥാപിച്ചു. ഗുണവരെന്ന് പറയട്ടെ, ലോകത്തിന് ഗുണവരെന്ന് പറയട്ടെ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഈജിപ്തിലെ പ്രസിഡന്റ്. ഇസ്രായേലിനോടുമായിട്ട് ശത്രുതയൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ അങ്ങനെ ഒരു സെക്യുലർ സ്ഥാപിച്ചപ്പോഴും എന്നാൽ ഈ സമയമുണ്ടല്ലോ, എന്നെ ദൈവം അന്ത്യമല്ല എന്നുള്ളൊരു ദീർഘശ്വാസം വിടുവാനോ ഇട്ടു. എന്നാൽ എനിക്ക് ഭാവിയിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാനുള്ളതിൽ ഇസ്ലാമിക് തീവ്രവാദികള് ഇനിയും ഈ ഈജിപ്തിൽ കൈയടക്കും. അന്നേരം അവര് കൈയടക്കി അങ്ങനെ ഒരു പ്രസിഡന്റ് വരികയാണെങ്കിൽ
1979 ഇസ്രായേലുമായിട്ട് അന്നത്തെ പ്രസിഡന്റ് അൻവർ സദാത്ത് ചെയ്ത ഉടമ്പടി അവര് ക്യാൻസൽ ചെയ്യും. അപ്പൊ ഈജിപ്തിന് അവിടെ യേശുക്രിസ്തുവിന് ഒരു പ്രത്യേക മമതയുണ്ട്. അതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തിനോടുണ്ട്. അതിന്റെ കാര്യം അറിയാമോ എന്തെങ്കിലും? കർത്താവിനെ അവിടോട്ടില്ലയോ രക്ഷിക്കാനായിട്ട് ദൈവം അയച്ചത്? മറിയെ കുഞ്ഞിനെ. അതാരാ പറഞ്ഞേ? മേരിക്കുട്ടി. ഓക്കെ, താങ്ക് യു, അപ്രീഷിയേറ്റ്. അത് തന്നെയാണ് യേശുക്രിസ്തുവിന് അവിടെ അഭയം കൊടുത്തതാണ്. ഈജിപ്തിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് ദൈവത്തിന് എപ്പോഴും. ഇപ്പൊ അന്ന് വരുമ്പോഴേ ഉടമ്പടി ലംഘിക്കുമ്പോൾ 83 സംഘത്തിൽ പറഞ്ഞിരിക്കുന്ന ആ യുദ്ധം അവിടെ ഉണ്ടാകാൻ പോവാണ്. എന്നാൽ ഈ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് എപ്പോഴും ഈ യുദ്ധത്തെ, ഈ ഭാവി വരാൻ പോകുന്ന യുദ്ധത്തിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പം തന്നെ ഈ ഈജിപ്തിൽ തന്നെ 10 മില്യന് കോപ്റ്റിക് ക്രിസ്ത്യാനികളുണ്ട്. അതുപോലെ തന്നെ ചരിത്രം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ 1948 ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്തു ഈജിപ്റ്റ്. 1956 യുദ്ധം ചെയ്തു, 67 യുദ്ധം ചെയ്തു, പിന്നെ 73 യുദ്ധം ചെയ്തു. ഇതെല്ലാം ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അതിന്റെ ഭയം ഈജിപ്തിലുള്ള ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഈ ഭയം എപ്പോഴും ഉണ്ട്. ആ ഭയത്തെക്കുറിച്ച് ഇപ്പോഴും അന്ന് നേരത്തെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം ഞാൻ നേരത്തെ പറഞ്ഞാണ് 19:16 മുതൽ 25 വരെ. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ യെശയ്യാ പ്രവചനം 19:16 മുതൽ 25 വരെ. അന്നാളിൽ മിസ്രയീമ്യർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരുടെ നേരെ കൈ ഓങ്ങുന്നത് നിമിത്തം അവർ പേടിച്ച് വിറയ്ക്കും. യഹൂദദേശം മിസ്രയീമിന് ഭയങ്കരമായിരിക്കും. അതിന്റെ പേർ പറഞ്ഞു കേൾക്കുന്നവരൊക്കെയും സൈന്യങ്ങളുടെ യഹോവ അതിന് വിരോധമായി നിർണയിച്ച നിർണയം നിമിത്തം ഭയപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തുള്ള 5 പട്ടണങ്ങൾ കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യും. ഒന്നിനെ സൂര്യനഗരം എന്ന പേർ വിളിക്കപ്പെടും. അന്നാളിൽ മിസ്രയീം ദേശത്തിന്റെ നടുവിൽ യഹോവയ്ക്കൊരു യാഗപീഠവും അതിന്റെ അതിർത്തിയിൽ യഹോവയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും. അത് മിസ്രയീം ദേശത്തെ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കും. പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും. അവൻ അവർക്ക് ഒരു രക്ഷകനെ അയക്കും. അവൻ പൊരുതു അവരെ വിടുവിക്കും. അങ്ങനെ യഹോവ മിസ്രയീമിന് തന്നെ വെളിപ്പെടുത്തുകയും മിസ്രയീമ്യർ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് അതിനെ നിവർത്തിക്കുകയും ചെയ്യും. യഹോവ മിസ്രയീമിനെ അടിച്ചിട്ട് അവൻ വീണ്ടും അവരെ സൗഖ്യമാക്കും. അവർ യഹോവയെങ്കിലേക്ക് തിരികെയും അവൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശ്ശൂർ മിസ്രയീമിലേക്കും മിസ്രയീമ്യർ അശ്ശൂരിലേക്കും ചെല്ലും. മിസ്രയീമ്യർ അശ്ശൂര്യരോട് കൂടി ആരാധന കഴിക്കും. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി മിസ്രയീമിനോടും അശ്ശൂരിനോടും കൂടി 3ാമതായിരിക്കും. സൈന്യങ്ങളുടെ യഹോവ അവരെ അനുഗ്രഹിച്ചു. എന്റെ ജനമായ മിസ്രയീമും എന്റെ കൈകളുടെ പ്രവൃത്തിയായ അശ്ശൂരും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് അരുളി ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഇത് വായിച്ചതിന് ഉടനെ ഇത് നിങ്ങൾ ഒരു ക്രോണോളജിക്കലി ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത് വിചാരിക്കരുത്. ഇത് അവസാനം മുതൽ 1000 ആണ്ട് വാഴ്ച വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവസാനത്തെ 23-25 വരെ വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ 1000 ആണ്ട് വാഴ്ചയിൽ മിലിനത്തില് ഒരു ഹൈവേ കെയ്റോയിൽ നിന്നും ഡമാസ്കസിൽ നിന്നും ജെറുസലേമിൽ ഒരു ഹൈവേ കാണും. അപ്പം ദൈവത്തിന്റെ ഒരു ജനമായിട്ട് ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ ഈജിപ്തും സിറിയയും പിന്നെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി വാഴുമെന്നാണ് അവസാനത്തെ ഇപ്പം വായിച്ച ലാസ്റ്റ്. അത് മില്യനത്തിലാണ്. അതിന് മുമ്പ് നടക്കുന്ന സംഗതി എന്ന് പറയുമ്പോൾ യുദ്ധം നടക്കുമ്പം തന്നെ ഈജിപ്തുമായിട്ട് യുദ്ധം നടക്കുമ്പം തന്നെ 5 പട്ടണങ്ങൾ ഇവർ പിടിച്ചെടുക്കും. അവർ എബ്രായ ഭാഷ സംസാരിക്കും. അതിനുശേഷമാണ് ഒരു ഉടമ്പടി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി അവിടെ ചെയ്ത് ആ ഉടമ്പടി പീസ് എഗ്രിമെന്റ് ഉണ്ടാക്കും. അതിനുശേഷമാണ് സമാധാനമായിട്ട് ഇസ്രായേൽ അവിടെ താമസിക്കുകയും 83 സംഘത്തിൽ പ്രതിപാദിക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഈജിപ്ത് പുനർജീവിച്ച ശേഷം ഇസ്രായേലുമായി 7 വർഷം ഒരു ഉടമ്പടി ഉണ്ടാക്കും. അപ്പൊ ആ 7 വർഷത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ദാനിയേൽ 9:25-27 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് പിടികിട്ടും. വായിക്കാൻ സമയമുണ്ടോ? ദാനിയേൽ 9:25-27.
ഭാവിയില് അവിടെ ഈജിപ്തുമായിട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് നമ്മൾ ഇസ്രായേൽ അവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവനൊരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. താങ്ക് യു. ഇവിടെ വായിച്ചപ്പം ഒത്തിരി ആയിരക്കണക്കിന് വർഷത്തിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ യേശുക്രിസ്തു വരുന്നതും കാൽവറി ക്രൂശിൽ മരിക്കുന്നതും എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഈ സ്വാഭാവികം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു ഗ്യാപ്പ്, പരന്തസിസ് എന്ന് പറയും, ഇടവേളയാണ്. അതിനുശേഷമാണ് ഈ അന്തിക്രിസ്തു വരുന്നത്. അവന് അന്തിക്രിസ്തു വരുമ്പോൾ ഈ ഉടമ്പടി, ഇവിടെ ചെയ്ത ഉടമ്പടി അവൻ കൺഫേം ചെയ്യുന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഉടമ്പടി മൂലം ഇസ്രായേൽ സമാധാനമായി ജീവിക്കാൻ തുടങ്ങും. അപ്പൊ ഇസ്രായേലിന് സമാനമായിട്ട് തുടങ്ങുമ്പോഴാണ് അന്തിക്രിസ്തു വന്ന് ഇസ്രായേലുമായിട്ട് അവിടെ ബന്ധത്തില് പെട്ട സമാനമായിട്ട് അവിടെ അന്തിക്രിസ്തുവും സമാധാനമായിട്ട് ജീവിച്ചിട്ട് ഈ ഇസ്രായേലിന് അവരുടെ ദേവാലയം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. 3.5 വർഷത്തിന് ശേഷമാണ് അന്തിക്രിസ്തുവിന്റെ സ്വഭാവം മാറുകയും മഹാപീഡനം തുടക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് അന്തിക്രിസ്തു ഈ ദേവാലയം കൈയടക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇസ്ലാമിക് അലയൻസ് വന്ന് ഈജിപ്തും ഇവരെല്ലാം കൂടെ സിറിയയും കൂടെ വരുന്നുള്ള ഒരു ഇസ്ലാമിക് അലയൻസ് ആണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈ യുദ്ധത്തെ പറ്റി ആസാഫ് പ്രവചിച്ചിരുന്നു. 83 സംഘത്തിൽ ആസാഫ് പ്രവചിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ അതിർത്തിക്ക് ചുറ്റുമുള്ള ഇസ്ലാമിക് രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കും. എന്നാൽ ഇസ്രായേലിന് അകലെയുള്ള ഒരു ഔട്ടർ റിങ്, പിന്നെ കാണുന്ന രണ്ടാമത്തെ യുദ്ധമാണ്, സ്റ്റേജ് ഇതാണ്. അവിടെ റഷ്യയും എസക്കേൽ 38 കാണും. ഇത് ഒന്നാമത്തെ സ്റ്റേജാണ്, ഫസ്റ്റ് സ്റ്റേജ്. 83 സങ്കീർത്തനത്തില് ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് ഒരു ഗൂഢാലോചന നടത്തി അവർ വരുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കമാണ് സിറിയൻ സിവിൽ വാർ ഒക്കെ തുടങ്ങിയത്. അറബ് സ്പ്രിംഗ് എന്നും പറഞ്ഞ് 2011 അറബി രാജ്യങ്ങളിലെല്ലാം കൂടെ വലിയൊരു ഡെമോക്രസിയുടെ വലിയൊരു വിപ്ലവം ഉണ്ടായി. അങ്ങനെ സിറിയയില് എന്നാൽ പല രാജ്യങ്ങളിലും ഡെമോക്രസി വന്നു, എന്നാൽ സിറിയയിൽ വന്നില്ല. സിറിയയില് അവിടെ ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ തന്നെ മില്യൺസ് ഓഫ് ആൾക്കാർ റെഫ്യൂജീസ് ആയിട്ട് യൂറോപ്പിലും അമേരിക്കയിലും അതിനുശേഷം 2011 ശേഷം വന്നിട്ടുണ്ട്. എന്നാൽ ബാഷർ അൽ അസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവും അസാദ് അവിടെ അനവധി വർഷങ്ങൾ അവിടെ സിറിയയിലെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകന് ബാഷർ അസാദ് കഴിഞ്ഞ വർഷമാണ് അവിടെ ഈ റഷ്യയിലേക്ക്, മോസ്കോയിലേക്ക് പോകേണ്ടി വന്ന സൈനിക വിപ്ലവം മൂലം. ഇപ്പൊ എന്നാൽ ഈ അറബ് സ്പ്രിങ് ഇത് പോയതിനു ശേഷം ഈ ട്രംപ് ഇപ്പോഴേ ഈ ഇസ്രയേലുമായിട്ടൊരു സമാധാനം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ പത്രത്തിൽ വായിച്ചപ്പോൾ ട്രൂസ് മുസ്ലിങ്ങള് സിറിയയിലുള്ള ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവിടെ സിറിയയിൽ ഡമാസ്കസിലെ ഇസ്രായേൽ അവിടെ ബോംബിട്ടു എന്ന് കാണുന്നുണ്ട്. മാർക്കോ റൂബിയോ ഒക്കെ ഇടപെട്ട് അവിടെ ഒരു സമാധാനം അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന അവർക്ക് ചുറ്റുമുള്ളവർക്ക് ഭയങ്കര പേടി സ്വപ്നമാണ്. യെശയ്യാ പ്രവചനം 17:1 മുതലുള്ള 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. യെശയ്യാ പ്രവചനം 17:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങള്. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകം, ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാതവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു, അത് ശൂന്യകൂമ്പാരമായി തീരും. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു, അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. എഫ്രൈമിൽ കോട്ടയും ദമ്മേശക്കിൽ രാജത്വവും ഇല്ലാതെയാകും. അരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. താങ്ക് യു. അപ്പൊ ഈ ദമ്മേശക്ക് എന്ന് പറഞ്ഞ ഡമാസ്കസ് അല്ലേ ആക്ച്വലി?
അതെ. ഓക്കെ ഡമാസ്കസ് അന്നേരം അപ്പൊ പലരും പറയുന്ന ഈ വേദവസ്തുത്തിലെ പല പ്രവചനങ്ങൾക്കും മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഉണ്ട്. പല പ്രാവശ്യങ്ങൾ 1, 2, 3 പ്രാവശ്യം ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഇവര് പറയുന്നത് ചരിത്രത്തിലൊക്കെ BC 732 അസീറിയക്കാർ വന്ന് ഡമാസ്കസിനെ കംപ്ലീറ്റ് ഭസ്മമാക്കിയതാണ്. അപ്പൊ അതാണ് 83-ാം സങ്കീർത്തനം എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഞാൻ ഇത് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഭാവിയിൽ ഒരു യുദ്ധം വരും. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം നടന്ന യുദ്ധം തന്നെ ഏകദേശം അതിന്റെ ഒരു സ്റ്റേജ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ കംപ്ലീറ്റ് അവിടെയുള്ള ഹമാസിനെയും ഗാസയില് പിന്നെ ലബനനിലെ ഹിസ്ബുള്ളയെ നശിപ്പിച്ചു, ഇറാനിലെ ബോംബിട്ട് നശിപ്പിച്ചു. അതിന്റെ ഒരു ഭാഗമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഈ 83-ാം സങ്കീർത്തനത്തിലെ അവിടെ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവിടെ 10 കൂട്ടരാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് 83-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചാട്ടെ. 83-ാം സങ്കീർത്തനം. ദൈവമേ മിണ്ടാതിരിക്കരുത്, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത്. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പയക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇസ്മായില്യരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗ്യരും കൂടെ ഗബായലും അമ്മോനും അമാലേക്കും ഫെലിസ്തദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. വിദ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിൽ വെച്ച് സിസരയോടും യാവിനോടും ചെയ്തതുപോലെ തന്നെ അവർ ഏതോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരേബ് സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബ് സ്പുന്ന എന്നവരെ പോലെയും ആക്കണമേ. ഇത് മതി, ഇതിപ്പോ വായിച്ചത് മതി. നിങ്ങള് ദൈവത്തെ ഓർത്ത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 83-ാം സങ്കീർത്തനം മുഴുവൻ വായിക്കണം. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗമാൽ നാസർ 4-ാം വാക്യത്തിൽ വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കത്തുണ്ടെന്ന് അവരെ മുളിച്ചു കളക. അതേ സെയിം വാചകമാണ് നാസർ അന്ന് ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഉണ്ട്. അന്ന് ഇതുപോലെ യുദ്ധം നടന്ന ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാവരും 67-ലെ യുദ്ധത്തിൽ പങ്കെടുത്തതാണ്. എന്നാൽ ഭൂമിയില് അതില് പിന്നെ സമയം കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയേക്കാം. ഇതിൽ ആൾക്കാരാണ് ഇവിടെ ഒരു ലിസ്റ്റ് ഇപ്പം വായിച്ചപ്പം അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ലിസ്റ്റ് വായിച്ചത് ടെൻസ് ഓഫ് ഏഡോം. അവിടെ ഏഡോമിന്റെ കൂടാരമെന്ന് അവിടെ ഞാൻ ഇംഗ്ലീഷിൽ അവിടെ നോട്ട് എഴുതിയിരിക്കുന്നു. ടെൻസ് ഓഫ് ഈദം എന്ന് പറയുന്ന പാലസ്തീൻസ് എന്ന സദേൺ ജോർഡേനിയൻസ്, പിന്നെ ഇസ്മായിലൈറ്റ്സ്, സൗദി അറേബ്യയിലെ ആൾക്കാരാണ്. ഇസ്മായില് ഫാദർ ഓഫ് അറബ്സ്, ഇസ്മായിലാണ് അറബികളുടെ പിതാക്കവ് ഇസ്മായിൽ ആയിരുന്നല്ലോ. 3ാമത് മോവാബ്, പാലസ്തീനിയൻസ് ആൻഡ് സെൻട്രൽ ജോർഡേനിയൻസ്. 4ാമത് ഹാഗ്രീൻസ്, ഈജിപ്ഷ്യൻസ്. ഹാഗാറ്, പിന്നെ ഈ ഹാഗ്രീൻസ് പറയാം, ഹാഗാറിന്റെ ഈജിപ്തിലെ മേട്രിയാർക്കാണ്. ഹാഗറിനെ അറിയാമല്ലോ, നിങ്ങൾക്ക് ഞാൻ പറയണ്ട സ്പെസിഫിക്കണ്ടായല്ലോ. 5ാമത് ഗേബൽ, എസബുള്ള ആൻഡ് നോർത്തേൺ ലെബനീസ്. അപ്പം ഈ കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തില് ഏതാനും മാസം മുമ്പ് അവരെ ഇസ്രായേൽ ഭസ്മമാക്കി, അവരെ എല്ലാം തുടച്ചു മാറ്റി, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം. അപ്പൊ അമ്മോന്, പാലസ്തീനിയൻ ആൻഡ് നോർത്തേൺ ജോർഡാനിയൻസ്. പക്ഷെ യോർദാന് ഇസ്രായേലിന് അന്നും എതിരല്ല, ഇന്നും എതിരല്ല. യോർദാനെ കഴിഞ്ഞ കൊല്ലത്തെ യുദ്ധത്തിലൊന്നും യോർദാനൊന്നും യുദ്ധം ചെയ്തില്ല, കുഴപ്പമില്ല. അമാലേക്ക്, അരബ്സ് ഓഫ് ദി സീനായി ഏറിയ, അപ്പൊ അവിടെ യുദ്ധം കഴിഞ്ഞ വർഷം നടന്നതിലുണ്ടായിരുന്നു. ഫിലിസ്തീയ, ഹമാസ് ഓഫ് ദി ഗാസ സ്ട്രിപ്പ്. അപ്പൊ 83-ാം സങ്കീർത്തനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റ് എല്ലാവരും കഴിഞ്ഞ യുദ്ധത്തിലും ഈ കഴിഞ്ഞ വർഷത്തിലെ യുദ്ധത്തിലും ഉണ്ടായിരുന്നു. ടയർ, എസബുള്ള ആൻഡ് സദേൺ ലെബനീസ്. അത് അപ്പൊ ഈ ഞാനിപ്പോ ഇത് വായിച്ചപ്പം പിന്നെ സിറിയൻസ് ആൻഡ് നോർത്തേൺ ഇറാഖീസ്. അപ്പൊ ഇവിടെ യുദ്ധം നടന്ന ഇപ്പൊ ഇത് വായിച്ചപ്പോൾ ഞാൻ വേറൊരു സിനാറിയോ ഞാൻ ഓർക്കുകയായിരുന്നു. ഇതിപ്പം 83-ാം സങ്കീർത്തനം നിറവേറലാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം നടന്നതെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു എങ്കിൽ ഇറ്റ്സ് പോസിബിൾ
അങ്ങനെ അവസാനത്തിന്റെ ഒരു തുടക്കമായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 10, 15, 20 വർഷത്തിനകം തന്നെ ഈ ലോകം ഇതേ രീതിയിൽ അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50, 60 വർഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണെങ്കിൽ എന്റെ വേറൊരു ചിന്താഗതി പറയുകയാണ്. അത് ഈ കഴിഞ്ഞ പോലെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാവരെയും കഴിഞ്ഞ വർഷം ഇസ്രായേൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നശിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് എന്നാൽ ഇത് സിറിയ എല്ലാം ഇത് കഴിഞ്ഞിട്ട് ഇനി പ്രബലത്തിൽ വരുമ്പോൾ അവര് ഈ യുദ്ധങ്ങൾ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മുസ്ലിങ്ങൾ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മുമ്പേ നമ്മൾ വായിച്ചതുപോലെ അവിടെ ഈജിപ്തിലെ 5 പട്ടണങ്ങൾ അവിടെ ഇസ്രായേൽ കൈയടക്കും. ഇസ്രായേൽ സമാധാനമായിട്ട് ജീവിക്കും. അപ്പോഴാണ് പിന്നെ അടുത്ത സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജാണ് എസെക്കിയേൽ 38, 39 കാണുന്നത്. ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേജാണ് ഞാൻ ഇന്ന് കവർ ചെയ്തത്, 53-ാം സങ്കീർത്തനം, സിറിയൻ സിവിൽ വാർ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജാണ് എസെക്കിയേൽ 38, 39 കാണുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേജാണ് ഇപ്പം 16-ാം അധ്യായത്തിൽ വായിച്ചത്. യൂഫ്രാട്ടീസ് നദി, അവിടുത്തെ വെള്ളം പറ്റി കിഴക്ക് നിന്ന് സൈന്യം വന്ന് 200 മില്യൺ ആൾക്കാർ വരുന്നത്, നമ്മൾ നേരത്തെ വായിച്ച 200 മില്യൺ 20 കോടി പട്ടാളം വരുന്നത് മൂന്നാമത് ഫൈനൽ സ്റ്റേജാണ്. അപ്പം ദൈവം അനുഭവിച്ചാൽ അതെല്ലാം കവർ ചെയ്ത് യേശുക്രിസ്തു വന്നിട്ട് ബോസ്രായിൽ നിന്ന് അവിടെ വന്ന് രാജ്യം സ്ഥാപിക്കുന്നവരെ ഈ 16-ാം അധ്യായം ഇത് തീരുന്നതിന് മുമ്പ് ഇങ്ങനെ സ്റ്റേജസ് ആയിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും ഇതിനോട് എന്നെ 1-2 മിനിറ്റ് ചോദിക്കാനുണ്ടോ? സംശയങ്ങൾ അതോ സജഷനോ വല്ലതും ഉണ്ടോ? ബൈ ദ വേ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഈ നിങ്ങൾ 3-4 പേര് ആവശ്യപ്പെടുകയാണ്. ഈ 3-4 വർഷത്തിന് മുമ്പ് ഞാനും അലക്സാണ്ടറിനും കൂടെ ചെയ്ത വീഡിയോസിൽ 5-8 വീഡിയോസ് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 2-3 പേര് ഏസ് പറയുകയാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം ഈ വെബ്സൈറ്റിൽ. നിങ്ങൾ അത് കേൾക്കാൻ സൗകര്യമുള്ളവർ കേൾക്കുക. എന്നാൽ ഇപ്പൊ ഈ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ വിശദീകരിച്ച് അത് സ്ലോ മോഷൻ നിങ്ങളുടെ സൗകര്യം പോലെ കേൾക്കുവാൻ സാധിക്കും. അത് സംശയങ്ങളുണ്ടെങ്കിൽ മാറും. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത് ഇടുന്നതിന്? നിങ്ങൾ 2-3 പേര് കേസ് പറയാതെ ഞാൻ ഇടാം, അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. നല്ലതാ. എന്റെ ഉണ്ട് പണ്ട് ഇട്ടതാ. അത് ഇപ്പൊ ഒന്നുകൂടി ഇട്ടാ ഒന്നുകൂടെ നല്ലതായിരിക്കും. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ. 57 വീഡിയോ ഉള്ളു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നത്. ഉദാഹരണത്തിന് 83-ാം സങ്കീർത്തനത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, സാം 83-യുടെ. അങ്ങനെയുള്ള അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇത് സോവിയറ്റ് ഇവിടെ എസെക്കിയേൽ 38, 39 ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞ് 200 മില്യൺ ആർമി അവിടെ ചൈനയിൽ നിന്ന് വരുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോന്ന് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ കണ്ടാൽ മതി. ഓക്കെ. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.